26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. തീർച്ചയായിട്ടും ലോകക്രമത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ പ്രതിഫലനം കൂടിയാണിത്. കാരണം ഒരു കാലത്ത് അമേരിക്കയെ ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായിരുന്നു പശ്ചിമേഷ്യയിൽ. അവിടെ അമേരിക്കയുടെ തന്നിഷ്ടം ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല സ്ഥിതി. കാരണം ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം അമേരിക്കയുടെ ഒപ്പമോ ചില മേഖലകളിൽ അമേരിക്കയ്ക്ക് മുകളിലോ ആയിട്ടുള്ള ഒരു ശക്തിയാണ്. അതുപോലെ തന്നെ ലോക രാഷ്ട്രീയത്തിലെ മറ്റു ചില കാരണങ്ങളാൽ റഷ്യയും ചൈനയും ഒരുപോലെ മറുവശത്ത് ഇറാന് വേണ്ടുന്ന പിന്തുണ നൽകുന്നുണ്ട്. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് തടയുന്നു, അല്ലെങ്കിൽ ഇറാനിൽ പോർട്ടിലേക്ക് പോകുന്ന കപ്പലുകളെയൊക്കെ അവർ തടയുന്നു. അത് നടക്കുമ്പോൾ തന്നെ ഇറാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഭൂമാർഗം വഴി, ഭൂമിയിലൂടെ, അതായത് റഷ്യയുമായും ചൈനയുമായും അവർക്ക് റെയിൽ കണക്ടിവിറ്റി ഇറാൻ ഉണ്ട്. അതിലൂടെ റെയിൽ പാതകളിലൂടെയും മറ്റു റോഡ് മാർഗവും ഒക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങൾ, താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അതുപോലുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീന വലയത്തിലാണ്. അപ്പൊ അതുവഴി ഇവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ കുറെയെല്ലാം എത്തിച്ചു കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മനസ്സിലാക്കാൻ കഴിഞ്ഞത് റഷ്യയുടെ അത്യാധുനിക സംവിധാനങ്ങൾ ടെഹ്റാനിൽ എത്തിച്ചു കൊടുത്തിട്ട് അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാനും ഇറാന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അത് ലോക രാഷ്ട്രീയത്തിലെ ആരാണ് ശക്തി, അല്ലെങ്കിൽ അമേരിക്ക ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് എന്ന് ഇറാന് തെളിയിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി ചൈനയ്ക്കും റഷ്യയ്ക്കും തെളിയിക്കുവാൻ കിട്ടിയ ഒരു നല്ല അവസരമായിട്ട് അവർ അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും വലിയ ഈ ഒരു ലക്ഷ്യത്തെ അമേരിക്കയെ ചെറുതാക്കി കാണിക്കാനുള്ള ഒരു അവസരമായി ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇറാൻ യഥേഷ്ടം അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള പശ്ചിമേഷ്യയിലെ കുവൈറ്റിനെയും സൗദി അറേബ്യയെയും ഖത്തറിനെയും ഒക്കെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ജോർഡാനെ ആക്രമിക്കുന്നത്, സിറിയയെ ആക്രമിക്കുന്നത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്ക ഇവരെ സഖ്യകക്ഷികളാക്കി നിർത്തിയിരിക്കുന്നത് തങ്ങളുടെ സൈനികവും സാമ്പത്തികവുമായിട്ടുള്ള അപ്രമാദിത്വത്തിന്റെ വെളിച്ചത്തിൽ തങ്ങൾ സുരക്ഷ നൽകും, അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നൊരു ന്യായം പറഞ്ഞാണ് ഈ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് അപ്രമാദിത്വവും സ്വാധീനവും ഉള്ളത്. എന്നാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ തന്നെ നേരിട്ട് ആക്രമിച്ച് അമേരിക്കയ്ക്ക് ചെയ്തു കൊടുക്കുന്ന മറ്റ് സൗകര്യങ്ങൾ, അത് ആമസോണിന്റെ സൗകര്യങ്ങളാണെങ്കിലും ഗൂഗിളിന്റെ സൗകര്യങ്ങളാണെങ്കിലും ഒക്കെ അത്തരം അടിസ്ഥാന സൗകര്യങ്ങളെ വരെ ആക്രമിച്ച് ഇറാൻ അമേരിക്കയ്ക്ക് ഈ തങ്ങളുടെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു, അതിനുള്ള ശേഷി അമേരിക്കയ്ക്ക് ഇല്ല എന്നീ തെളിയിക്കാൻ പറ്റുന്ന ഒരു വലിയ അവസരമാക്കി ഇതിനെ മാറ്റുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പശ്ചിമേഷ്യയിൽ തങ്ങളുടെ തിട്ടൂരൻ മാത്രമല്ല നടക്കുന്നത്, ഞങ്ങളുടേതായ ചില മേഖലകളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. അപ്പോൾ അത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുടെ കാര്യത്തിൽ വളരെ ശരിയാണ്. ഈ രാജ്യങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ ഒരു സ്വാധീന വലയത്തിൽ അവരുടെ ഒരു സുരക്ഷാ കവചം എല്ലായ്പ്പോഴും സുരക്ഷിതമായിരിക്കുമെന്ന് തോന്നി അവരെന്തിനു സൃഷ്ടിച്ചെടുത്തു. അതിന്റെ വേദനയാണല്ലോ ഇപ്പോൾ അവര് അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്കയുടെ ഒരു വീഴ്ച, ഒരു ശക്തിയുടെ കുറവ് നമുക്കവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇറാന് വീണ് കിട്ടിയ ഒരു വലിയ അവസരമാണ്. യഥാർത്ഥത്തിൽ രണ്ട് രീതിയിലുള്ള വെപ്പണൈസേഷനാണ് എന്റെ അഭിപ്രായത്തിൽ അവിടെ നടക്കുന്നത്. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിനെ അവർ വെപ്പണൈസ് ചെയ്ത് കഴിഞ്ഞു. കാരണം അതിലൂടെ എന്തെങ്കിലും കപ്പലുകളോ മറ്റോ ഒക്കെ ഓയിലുമായിട്ട് കടന്നു പോകണമെങ്കിൽ അതൊരു പ്രധാന ആയുധമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ സാമ്പത്തിക പ്രതിസന്ധി കടക്കുവാനായിട്ട് അവിടെ ഒരു ഫീസ് ചുമത്തുന്നു. അത് ചുമത്താതെ പോകുന്ന രാജ്യങ്ങളുടെ കപ്പലുകളെ തടയുന്നു, ആക്രമിക്കുന്നു, അവിടെ വെപ്പണൈസ് ചെയ്യുന്നു. അമേരിക്കയുടെ സഖ്യകക്ഷികളെയും പശ്ചിമേഷ്യയിൽ ആയുധവൽക്കരിച്ചിരിക്കുകയാണ് ഇറാൻ. കാരണം അവരെ ആക്രമിക്കുക വഴി ഈ രാജ്യങ്ങളെ വെച്ച് ഇറാൻ അമേരിക്കയോട് വില പേശുകയാണ്. കാരണം അമേരിക്കയിൽ ഒരു സൈനിക ആക്രമണം മിസൈൽ വഴിയോ മറ്റോ ഒക്കെ നടത്തുന്നത് ദൂരപരിധി കാരണം ഇറാൻ എളുപ്പമല്ല. എന്നാൽ അമേരിക്കയുടെ തന്നെ സ്വന്തമായിട്ടുള്ള സൈനിക താവളങ്ങളെയും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെയും യഥേഷ്ടം ആക്രമിക്കുവാൻ ഇറാന് കഴിയുന്നു എന്നുള്ളിടത്താണ് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഇന്ന് അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നേരിട്ട് അമേരിക്കയ്ക്ക് ആക്രമണം നടക്കുന്നില്ലെങ്കിലും അമേരിക്കയുടെ സൈനിക സന്നാഹങ്ങളും സൈനികരും ഈ താവളങ്ങളിൽ ഉണ്ടല്ലോ. അപ്പം ആ രണ്ടർത്ഥത്തിലും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വീഴ്ചയാണ്. മറ്റൊരർത്ഥത്തിലാണ് ആദ്യം സൂചിപ്പിച്ചിരുന്നത്, ആഗോള സാമ്പത്തിക സ്ഥിരതയും രാഷ്ട്രീയ സ്ഥിരതയും നിലനിർത്തുവാൻ ഞങ്ങളെപ്പോലെയുള്ള വൻശക്തികൾക്ക് സാധിക്കും, വൻശക്തികൾക്ക് ലോകത്ത് സ്ഥിരത ഉറപ്പാക്കുവാൻ കഴിയും എന്നുള്ളതിന് അവരൊരു സിദ്ധാന്തം തന്നെ വരുത്തിയിട്ടുണ്ട്. ഹെജിമണിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്, വൻശക്തികൾക്ക് സ്ഥിരത ഉറപ്പാക്കാൻ കഴിയും. എന്നാൽ ഇന്ന് അമേരിക്ക ഒരു വൻശക്തിയാണെന്നുള്ളതിൽ വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നുവെന്നും അത്തരത്തിലുള്ള സ്ഥിരത ഉറപ്പാക്കുവാൻ അവർക്ക് ശേഷിയില്ല എന്നും കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഇറാൻ നൽകുന്നു. ആ ഇറാൻ നൽകുന്ന സന്ദേശത്തിന്റെ പിന്നിൽ ഇറാന് ഊർജ്ജമായി പ്രവർത്തിക്കുന്നത് ചൈനയും റഷ്യയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ ലോകക്രമത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഈ തലങ്ങളിലെല്ലാം നമുക്ക്
കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അത് ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് കൂടി നമുക്ക് കാണാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.